ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്നലെ കണ്ണൻകുട്ടിയുടെ പിറന്നാളായിരുന്നു. പക്ഷെ ഇന്നലെ തന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിറന്നാളീച്ചിട്ട് അങ്ങനെ വലിയൊരു ആഘോഷോ കാര്യങ്ങളൊന്നും ഇല്ല. ഇള്ളതുകൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സദ്യവട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതും ഞാൻ രാത്രിയിലേക്കാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പഴേ എല്ലാവരും കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോ ഞാൻ പണികളൊക്കെ തുടങ്ങി. പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോവാൻ. വൈകീട്ട് കണ്ണൻ വന്നിട്ട്. അപ്പൊ ഞാൻ ആദ്യം ഓലന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് മൺപയറൊക്കെ ആദ്യം വേവിച്ചു. മൺപയർ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് മത്തങ്ങ അതുപോലെ ഇളവന്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ട് 2 പച്ചമുളകും കീറിയിട്ടു. വേറൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഏറ്റവും അവസാനം എല്ലാം വെന്തതിന് ശേഷം തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാല്. പിന്നെ നമ്മളത് തിളപ്പിക്കില്ലല്ലോ. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. അതിനിടയിൽ അവിയലിനുള്ള കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിയൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പൊരു ബർത്ത്ഡേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കണ്ടോ, മാങ്ങ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ്. 50 രൂപയാണ് ഈ ഒരു മാങ്ങയ്ക്ക് വില. ഇത് വില കേട്ടപ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മാങ്ങയുടെ ഒരു വില ഞാൻ ഓർത്തത്. എന്തായാലും അത് വെച്ചൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ കഴിക്കാൻ. പണ്ട് ചെന്നൈയിലൊക്കെ ആയിരുന്ന സമയത്ത് അവിടെ ഒരുപാട് കിട്ടും ഇങ്ങനത്തെ മാങ്ങ. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിപ്പോ സീസൺ അല്ലാത്തതുകൊണ്ട് മധുരം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ അത് കയ്യോടെ അങ്ങട് അരിഞ്ഞ് നീളത്തില് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒരു പൊട്ട് ശർക്കരയും ഇട്ടിട്ട് മാങ്ങ ഒന്ന് അങ്ങട് വേവിച്ചെടുത്തു. മാങ്ങ വെന്തതിന് ശേഷം അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇത്തിരി കറിവേപ്പിൻ്റെ ഇലയും. അങ്ങനെ എല്ലാം നല്ല കുറുക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി. ഈ ഒരു കറി മാത്രം മതി എനിക്ക് ചോറുണ്ണാൻ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഏറ്റവും അവസാനം വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, ഉലുവ, കറിവേപ്പില ഇതും കൂടി താളിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഞാൻ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെന്ത പരിപ്പിലേക്ക് പച്ചക്കറികളായിട്ടുള്ള മുരിങ്ങക്കായ, മത്തൻ, ഇളവന്റെ കഷ്ണം, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പയറ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. മറ്റേ സ്റ്റവിൽ ഞാൻ അപ്പോഴേക്കും തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ണങ്ങൾ ഏതാണ്ടൊക്കെ വെന്തപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളിയും വഴുതനങ്ങയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സ്പൂൺ മുഴുവനായിട്ട് സാമ്പാർ പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. തേങ്ങ വറുത്തതിലേക്ക് ഞാൻ ഇത്തിരി കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വേഗം അരച്ചെടുത്തു. കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി പുളി പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മൾ അരച്ച തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളച്ച് കുറുകിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാർ റെഡി. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല, ഒരു ഇത്തിരി സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ സാമ്പാറും റെഡി. പായസം പിന്നെ പാലടയുടെ മിക്സ് വാങ്ങുക ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നില്ല. ഇതിപ്പോ മിക്സ് വാങ്ങി കഴിഞ്ഞാൽ സംഗതി സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഏതായാലും ഞാൻ പായസം സെറ്റാക്കി. അങ്ങനെ മറ്റുള്ള പണികളെല്ലാം തീർത്ത് വൈകുന്നേരം ഒരു 5:15 ആയപ്പോ കണ്ണൻ എത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾ വേറൊരു കുറുക്ക് വഴി കൂടെ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ ചളി ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണൻ ദേവൂട്ടന് കുറച്ചു നേരം എടുത്തിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണെങ്കിൽ പതിവിലും നേരത്തെ ഇരുട്ടായ പോലെ എനിക്ക് തോന്നി. പിന്നെ അമ്പലത്തിനകത്ത് കയറി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങള് തിരിച്ചു പോന്നു. കണ്ണൻ പിന്നെ ഒരു പ്രത്യേക ടൈപ്പാ. അങ്ങനെ വലിയൊരു എല്ലാം ഒരു സിമ്പിൾ ആയിട്ട് മതി എന്നിങ്ങനെ വിചാരിക്കുന്ന ഒരു ടൈപ്പാണേ. അപ്പൊ അമ്പലത്തിലൊക്കെ വരാൻ ആൾക്ക് നല്ല ഇഷ്ടാണ്. പക്ഷേ മുണ്ട് ഉടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മടിച്ച് നിൽക്കായിരുന്നു. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി പുറത്ത് നിന്നിട്ടായാലും തൊഴാലോ എന്ന് പറഞ്ഞിട്ട്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കൊക്കെ ചുരിദാർ ഇട്ടിട്ട് ഉള്ളിൽ കയറാന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് എന്താ പാന്റ് ഇട്ടിട്ട് കയറിയാലേ. ഇതൊക്കെ ആരാണാവോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഏതായാലും പുറത്ത് നിന്നാലും ഭഗവാനെ തൊഴാലോ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഇന്നലെ ഞങ്ങള് കുഞ്ഞുട്ടിയേട്ടന്റെ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് മുറ്റത്ത് നിന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് വേഗം പോരുകയാ ചെയ്തത്. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വിശാട്ടനെത്തി. വിശാട്ടൻ വരുമ്പോ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബട്ടർ സ്കോച്ചിന്റെ കേക്കാ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങള് ഇത്തിരി നേരം ഇങ്ങനെ എല്ലാ പ്രാവശ്യവും പിറന്നാളിന്റെ സമയത്ത് കേക്ക് കട്ട് ചെയ്യാൻ വിശാട്ടന്റെ ഏട്ടനെയും വിളിക്കാറുണ്ട്. തൊട്ടടുത്ത് തന്നെ മൂപ്പരെ കട. അപ്പൊ ഇന്നലെ ഞങ്ങളെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഏട്ടനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോ അവിടെ കടയിൽ ഉണ്ടായിരുന്നില്ല. വേറൊരാളായിരുന്നു. അപ്പൊ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ട് ചെയ്യുമ്പോ. ദേവൂട്ടന് പൊതുവെ മധുരമുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കേക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പൊ കേക്കിന്റെ പീസ് എടുത്ത് ഞങ്ങളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പോസ്റ്റ് ആയിട്ട് നിന്നതാണ്. രാത്രി ആയത് കാരണം വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല.
പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോ ഊണ് കഴിക്കാൻ വേണ്ടി സദ്യവട്ടങ്ങളൊക്കെ വിളമ്പി. അതിന്റെ ഇടയിൽ ഞാൻ പപ്പടം കാച്ചി, ഒരു സാലഡ് ഉണ്ടാക്കി, പിന്നെ അച്ചാറ്, പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. അപ്പോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.